പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് വചനദീപ്തിയുടെ സാക്ഷി കൂടാരത്തിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകി. നമ്മുടെ നടുവിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹീതനായ കർത്തദാസൻ സേവ്യർ പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേലയിൽ തന്റെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുന്ന ഒരു അഭിഷിക്ത ഭൃത്യനാണ്. കർത്തനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് അനേക ഇടങ്ങളിൽ കർത്തവ്യത്തിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ പാസ്റ്ററെ, ഞങ്ങളുടെ നടുവിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹീതനായ കർത്തദാസൻ ഞങ്ങളുടെ നടുവിൽ തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നമ്മുടെ വചനദീപ്തിയുടെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരോടും ഇതര മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും നമ്മുടെ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലുള്ള യൂട്യൂബ് ചാനലിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടുമായിട്ട് ഞാൻ പറയട്ടെ, ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചലനം ഉളവാക്കുന്നതാണ്, ആത്മീയ വർധനവ് വരുത്തുന്നതാണ്. ക്രിസ്തുവേശുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിന്റെ ആഴത്തെ അധികമായും രുചിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഓരോരോ സാക്ഷ്യങ്ങൾ അവസരം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഭൃത്യന്മാരുടെയും കർത്തുദാസിമാരുടെയും സാക്ഷ്യങ്ങൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മെയും ഈ സുവിശേഷീകരണത്തിന് വളരെ അധികമായിട്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഇന്ന് കർത്താവിന്റെ ദാസൻ നമ്മോട് സാക്ഷ്യം പറയുമ്പോൾ തന്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം കേട്ട് വിട്ടുപോകുക മാത്രമല്ല, കർത്തദാസന് വേണ്ടി കുടുംബമായി നിങ്ങൾ തന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രെയർ ലൈനിൽ കടന്നു വന്ന് സാക്ഷിക്കുന്ന, നമ്മുടെ സാക്ഷി കൂടാരത്തിൽ കടന്നു വന്ന് സാക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആമേൻ. മാത്രമല്ല, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്തദാസൻ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ അത് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇത് പൂർണ്ണമായി കേൾക്കുകയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി മാറിയെങ്കിൽ അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ആദ്യമേ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിലേക്ക് വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കർത്തദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിലൊന്ന് പറയാമോ? കൊട്ടാരക്കരയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. കർത്താവിന്റെ ദാസന്റെ ബാല്യകാല സ്മരണകളെ, കർത്താവ് നടത്തിയ വിധങ്ങളെ, കർത്താവിന്റെ വേലയിൽ ഉണ്ടായ വിളി, തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനേക വിടുതലുകൾ ഒക്കെ ഇന്ന് സാക്ഷിക്കുവാനുണ്ട്. അവയ്ക്കൊക്കെയും ഇന്ന് സമയമുണ്ട്. കർത്താവിന്റെ ദാസനെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ സാക്ഷ്യങ്ങൾ തുടർന്നാട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിംഗെ ലീഡ് ചെയ്യുന്ന കർത്തദാസെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഇത്രത്തോളം ഈ പ്രയർ ഫെലോഷിപ്പിനെ അനുഗ്രഹിച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സേവ്യർ എന്നാണ്. സ്ഥലം കൊട്ടാരക്കരയാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ കൊട്ടാരക്കര തന്നെയാണ്. ഞാനൊരു പെന്തക്കോസ്തി ജനിച്ച വ്യക്തിയല്ല. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. ഞങ്ങൾ 5 മക്കളായിരുന്നു. 5 മക്കളിൽ രണ്ടാമനാണ് ഞാൻ. എൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. എൻ്റെ ഫാദർ ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. സ്റ്റേറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ പപ്പ. ഞങ്ങൾ കൊട്ടാരക്കരയുടെ പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. പക്ഷെ ഞങ്ങളുടെ കത്തോലിക്ക കുടുംബത്തിലൊക്കെയാണ് എന്ന് പറഞ്ഞാലും സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഞങ്ങൾ താമസിച്ച എൻ്റെ പപ്പ വന്നു വസ്തു വാങ്ങിച്ചത് ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ് വന്നു വസ്തു വാങ്ങിച്ചതും. ഞങ്ങൾ അവിടെയാണ് ഒരു ചെറിയ പഴയ വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് ഞങ്ങൾ താമസം തുടങ്ങിയത്. അതിനു മുമ്പിട്ട് ഞങ്ങളുടെ പപ്പ വാടകയ്ക്കായിരുന്നു. അപ്പോൾ വസ്തുവൊക്കെ വാങ്ങിച്ച് സ്വന്തം വീടും ഒക്കെ ആയിട്ട് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ താമസിക്കുന്നത് ഹൈന്ദവരുടെ മേഖലയിലായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളുടെ പരിചയക്കാരും എനിക്ക്
അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം തന്നെ ഹൈന്ദവ മേഖലയിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ പള്ളിയിൽ പോവുകയും പള്ളിയുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഹൈന്ദവരായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടും ഒക്കെ ഹൈന്ദവരുടെ എല്ലാ ഉത്സവങ്ങളും അവരുടേതായ അമ്പലങ്ങളും ചുറ്റും ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നത് കൊണ്ട് അവരുടെ ക്ഷേത്രങ്ങളിൽ പോവുകയും അവരുടെ വീടുകളിലെ ഉത്സവങ്ങളിലൊക്കെ സംബന്ധിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ പോവുകയാണ്. എല്ലാം ഒരുപോലെയാണ്. അവർക്ക് അവരുടെ ദൈവം, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ ദൈവം, ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ദൈവം, ഇങ്ങനെ പോകുന്നു. അങ്ങനെ മുന്നോട്ട് നമ്മൾ പോകുന്നു. പള്ളിയില് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസമെന്നോ എന്താണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വലിയൊരു ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. വലിയൊരു ഗവൺമെന്റ് സ്കൂളാണ്, ഒത്തിരി കുട്ടികളൊക്കെ ഉള്ള ഒരു ബോയ്സ് സ്കൂളിലാണ് ഞാൻ ആ സമയത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷമുണ്ടായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തമായി കേരളത്തിൽ വേരൂന്നി വരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആ സമയത്ത് വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെയൊക്കെ അതിപ്രസരം വളരെ ശക്തമായിരുന്നത് കൊണ്ട് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് സ്കൂൾ ക്യാമ്പസിൽ വെച്ച് തന്നെ ഒരു ബന്ധമുണ്ടാവുകയും ഇടതുപക്ഷ ആശയങ്ങൾ വല്ലാതെ എന്നെ സ്വാധീനിക്കുകയും ചെയ്യുവാനിടയായി. അവിടെ നിന്ന് ഞാൻ കോളേജുകളൊക്കെ അന്ന് പ്രീ ഡിഗ്രിയാണ്, കൊട്ടാരക്കര കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്നത്. അങ്ങനെ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തെ ഞാൻ പൂർണ്ണമായും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ സജീവ പ്രവർത്തകനായി മാറുകയാണ്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായി മാറുകയും 1987 കൊട്ടാരക്കര കോളേജ് യൂണിയന്റെ ചെയർമാനായിട്ടും അതുപോലെ തുടർന്ന് കൊട്ടാരക്കര SFIയുടെ ഏരിയയുടെ സെക്രട്ടറി ആയിട്ടും SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ, പിന്നെ DYFIയുടെ രംഗത്തേക്ക് വന്ന് DYFIയുടെ ഭാരവാഹിയായിട്ടും ഒക്കെ പ്രവർത്തിക്കുവാനിടയായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സജീവ പ്രവർത്തകനായി ഞാൻ മാറുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുവാനിടയായി. ഇതാണ് എനിക്ക് പ്രാരംഭത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കി എനിക്ക് അറിയിക്കുവാനുള്ള വിഷയം. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്കിപ്പം ഹൈന്ദവരുടെ വിശ്വാസത്തെക്കുറിച്ചോ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെക്കുറിച്ചോ പ്രത്യേകിച്ച് വേർതിരിവുകളൊന്നുമില്ല, എല്ലാം ഒരുപോലെ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ആശയങ്ങൾ കൂടി വരുമ്പോൾ തന്നെ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ചില അനുഭവങ്ങളിലേക്ക് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും കിട്ടിയ രാഷ്ട്രീയ വിദ്യാഭ്യാസവും അവിടെ നിന്ന് കിട്ടിയ അറിവുകളും എൻ്റെ വായനകളും, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലൊക്കെ ഒരു വായനാശീലമുള്ള വ്യക്തിയായിരുന്നു ഞാൻ എന്നതുകൊണ്ട് നിരന്തരമായി ഇടതുപക്ഷ ആശയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നിരവധിയായി വായിക്കുവാനിടയായി. ഇതിങ്ങനെ നിരവധിയായി വായിക്കും തോറും അകത്തേക്ക് കടന്നു വന്ന ബോധ്യങ്ങൾ മുഴുവൻ ഈ സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നിൽക്കുന്ന ഈ വ്യത്യാസങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചിന്താഗതികൾക്കകത്തേക്ക് ഞാൻ പോവുകയും അങ്ങനെ ദൈവം എന്നൊന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരുവാനിടയായി. ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവം ഒരു സാഡിസ്റ്റ് ആയിരിക്കണം. പലപ്പോഴും പലരോടും ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഒരു സാഡിസ്റ്റ് ആയിരിക്കണം. മനുഷ്യന്റെ വേദനകളും മനുഷ്യന്റെ പ്രയാസങ്ങളും, കുറെ പേർക്ക് സമ്പത്ത് കൊടുക്കുന്നു, കുറച്ചു പേർക്ക് കഷ്ടത കൊടുക്കുന്നു, അങ്ങനെ അവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമായിരിക്കണം ഈ ദൈവം എന്ന് പറഞ്ഞ് ദൈവമല്ല ഇതിനെ ഒന്നും നിയന്ത്രിക്കുന്നത്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ് എന്നും ഇതെല്ലാം നഷ്ടപ്പെട്ട് ഒരു സോഷ്യലിസ്റ്റ് ഭരണക്രമം ഇവിടെ ഉണ്ടാകും എന്ന് വിശ്വസിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുവാനിടയായി. അങ്ങനെ പള്ളിയിലേക്കുള്ള പോക്കൊക്കെ നിന്നു. പള്ളിയുമായിട്ടൊന്നും ബന്ധമില്ല. തികച്ചും ഒരു നിരീശ്വരവാദി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പൂർണ്ണമായിട്ടും ഞാനൊരു അങ്ങനെ ഒരു നിരീശ്വരവാദത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറെ ചോദ്യചിഹ്നങ്ങളായി പല കാര്യങ്ങൾ നിൽക്കുന്നു. പക്ഷെ പുറമെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈശ്വരവിശ്വാസമോ പള്ളിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല.
ചില ഉൾത്തടത്തിൽ എന്തോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന എന്തോ ഘടകമുണ്ട് എന്ന് അറിയാതെ തന്നെ പലപ്പോഴും ഉൾത്തടത്തിൽ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നിന്റെയും ഉത്തരം കിട്ടാതെ പോകുന്ന ചില അനുഭവങ്ങൾ. പലപ്പോഴും മാർക്സിസം, ലെനിനിസം, സോഷ്യലിസം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതിന്റെ പഠന ക്ലാസ്സുകൾക്കകത്തിരിക്കുമ്പോഴും അത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇത്തരം ആശയങ്ങൾ, മെറ്റീരിയലിസം എന്ന് പറയുന്ന ആശയമൊക്കെ അകത്തേക്ക് അകത്ത് അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറമായി എന്തൊക്കെയോ ഒരു ശൂന്യത ഹൃദയത്തിൽ പലപ്പോഴും ഫീൽ ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് ജീവിതത്തിന്റെ ഈ ഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോയി വല്ലാത്ത ഒരു അനുഭവങ്ങളിലൂടെ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും പാർട്ടി പ്രവർത്തനവുമായിട്ടൊക്കെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ എന്റെ ഡിഗ്രി പഠനത്തിന് ശേഷം MSc-ക്ക് ഞാൻ ആലപ്പുഴ SD കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോ അവിടെ വെച്ചും പൂർണ്ണമായ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. തുടർന്ന് എന്റെ BEd-ന്റെ പഠനം കൊല്ലത്ത് BEd സെന്ററിൽ ഞാൻ BEd പഠിക്കുന്നത്. ആ സമയത്തും ഒക്കെ പൂർണ്ണമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മേഖലകളിലാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് സംഭവിച്ച വ്യത്യാസം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറി പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും അത് കൃത്യതയോടെ ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും എത്ര സമയവും അതിനുവേണ്ടി ചെലവഴിക്കാൻ എൻ്റെ സ്വന്തം കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് പാർട്ടി മാത്രമാണ് എൻ്റെ മുമ്പിൽ, പാർട്ടി പ്രോഗ്രാമുകൾ, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് വിജയിപ്പിച്ചെടുക്കുക എന്ന ഒരൊറ്റ കാര്യവുമായി ഞാനിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും തിരക്കേറിയ പാർട്ടി പ്രവർത്തനമൊക്കെ വരുമ്പോൾ വീട്ടിൽ പോലും വരാറില്ല. ചില ദിവസങ്ങളൊക്കെ പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലയിടത്തുമൊക്കെ തങ്ങി ഇങ്ങനെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. ആ സമയത്ത് നിരവധിയായ സംഘർഷങ്ങൾ, പലതരത്തിലുള്ള കേസുകൾ, കോടതി, പോലീസ് സ്റ്റേഷനുകൾ ഒക്കെ ആയിട്ട് പോകുന്ന പല വിഷയങ്ങളുമൊക്കെ ജീവിതത്തിന്റെ മേഖലകളിൽ വന്നു. പലതും കോടതികൾ കേസായി. അതങ്ങനെ പോകുന്ന സംഘർഷഭരിതമായ ഒരു ജീവിത സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ അല്പമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അല്പമായ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിട്ടു. ആ സമയത്താണ് ഞാൻ അല്പം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്യൂഷൻ എടുക്കുന്ന പതിവുണ്ടായിരുന്നു. അത് കുറെ കൂടെ വിപുലമായി സ്വന്തമായൊരു ട്യൂട്ടോറിയൽ സ്ഥാപനം ആരംഭിച്ചു. കൊട്ടാരക്കരയുടെ പ്രദേശത്ത് സാഗർ കോളേജ് എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനം ആരംഭിച്ചു. പാരലൽ കോളേജ് എന്ന് പറയാം. അന്നത്തെ പ്രീ ഡിഗ്രി പാരലൽ ക്ലാസ്സുകളും ഉണ്ട്, സ്കൂൾ ക്ലാസ്സുകളുണ്ട്, അതുപോലെ പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിന്റെ ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ ആയിട്ട് വളരെ ഇതായിട്ട് പോവുകയാണ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ചില പോരായ്മകൾ ഒക്കെ സംഭവിച്ചും ഒരുപക്ഷെ ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാകാം വലിയ പരാജയങ്ങൾ അതിനകത്ത് സംഭവിച്ചു. ഒത്തിരി സാമ്പത്തിക ബാധ്യതകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ കടന്നു വന്നപ്പോൾ ഈ സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെ തീർക്കും എന്നറിയാൻ കഴിയുന്നില്ല. വരവിനേക്കാൾ അധികമായ ചെലവുകളും അത്യാവശ്യമായിട്ടൊക്കെ പലരുടെയും ഒക്കെ വാങ്ങിച്ച പൈസയൊക്കെ പലിശ കൊടുക്കാൻ പോലും പൈസ തികയാതെ വന്ന സാഹചര്യങ്ങൾ. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും കടം വർദ്ധിച്ചു വന്ന് പലർക്കും സാമ്പത്തികം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അനുഭവത്തിൽ വന്നു. പലപ്പോഴും പലരെയും വിട്ട് മാറി നിൽക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം വന്ന് ജീവിതത്തിൽ വല്ലാത്ത നിരാശ ജീവിതത്തെ ബാധിക്കുവാനിടയായി. ഈ നിരാശയൊക്കെ ബാധിച്ച ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടം വന്നപ്പോഴാണ് ചെറിയ, നമ്മളിങ്ങനെയൊക്കെ ആണെങ്കിലും പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള മദ്യപാനവും അത്യാവശ്യം പുകവലിയും ഒക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ വലിയ ഒരു മദ്യപിച്ച് റോഡിൽ കിടന്ന വ്യക്തിയൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം മദ്യപാനവും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ നിരാശ വല്ലാതെ വന്നപ്പോൾ ഇതൊക്കെ അങ്ങ് കുറച്ചുകൂടി ജീവിതത്തിൽ വർദ്ധിക്കുവാനും വല്ലാത്ത തകർച്ചയുടെ അനുഭവത്തിലേക്ക് പോകുവാനും ഇടയായി. അങ്ങനെ മാനസികമായി വല്ലാത്ത സമ്മർദ്ദത്തിലേക്ക് പോകുമ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും നമ്മൾ വല്ലാത്ത അനുഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ ഒന്ന് കൈപിടിച്ചുയർത്തുവാനോ ഒന്നും ആരുമില്ല. എല്ലാവരും നമ്മളെ ഉപയോഗിക്കുകയാണ്. അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ നമ്മളെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. മറിച്ച് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നു, പക്ഷേ അതെല്ലാം കൊണ്ട് പല നേതാക്കന്മാരും ഉയർച്ച പ്രാപിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ
പലപ്പോഴും എല്ലാവരും നമ്മളോട് കൈമലർത്തി കാണിക്കുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്. അത് വല്ലാത്ത സംഘർഷാവസ്ഥ എൻ്റെ കുടുംബജീവിതത്തിലും അതുപോലെ വീടുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ വല്ലാത്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. വല്ലാത്ത നിരാശ എന്നെ ബാധിച്ചു. കുടുംബത്തിൽ സമാധാനമില്ലാതെ വന്നു, സന്തോഷമില്ലാതെ വന്നു, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, കടം വാങ്ങിച്ചവരെ പൈസ കൊടുക്കാനുള്ളവരെയൊക്കെ ഒളിച്ചൊക്കെ നടക്കേണ്ടുന്ന സ്ഥിതി, പലരും തിരക്കി വരുന്നു. അപ്പോൾ തന്നെ കോടതിയിലുമൊക്കെയുള്ള കേസുകൾ പലതും ആ കാര്യങ്ങൾക്കായിട്ട് പണം കണ്ടെത്തേണ്ടുന്ന അവസ്ഥ, അത് കോടതിയിൽ നിരന്തരമായി കോടതിയിലും അതുപോലെ അതുമായി അതിന്റെ ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യത്തിനും പോകേണ്ടുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ എല്ലാം കൂടി വല്ലാത്ത നിരാശ എന്നെ വല്ലാതെ ബാധിക്കുവാനിടയായി. അങ്ങനെ ഈ നിരാശയുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വല്ലാതെ ഭാരപ്പെടുമ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ ജീവിതത്തിൽ ദൈവമില്ലാതെ നീ ദൈവത്തെ വിളിക്കാതൊക്കെ ജീവിക്കുന്നുകൊണ്ടാണ്, അതുകൊണ്ട് നീ ദൈവത്തെ വിളിക്കണം, ദൈവത്തെ അറിയണം എന്നൊക്കെ. അപ്പൊ ഞാൻ നാട്ടിൽ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കുന്ന എനിക്ക് നാട്ടിലെ പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോകാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ ചില അടുത്ത ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് ഇച്ചിരി ദൂരെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലുമൊക്കെ ദൂരദേശത്തുള്ള അമ്പലങ്ങൾ, പള്ളികൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒക്കെ പലതും സന്ദർശിക്കുവാനിടയായി. പലയിടത്തും സന്ദർശിച്ചു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ അതിനുപോലും പലപ്പോഴും സാമ്പത്തികം കണ്ടെത്താനൊക്കെ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ട് പല അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഈ പറഞ്ഞ പോലെയുള്ള ചില ആഭിചാരകന്മാർ, അതുപോലെ ഒക്കെ ബ്ലാക്ക് മാജിക് നടത്തുന്ന പലതരത്തിലുള്ള വ്യക്തികളുടെ അടുക്കലും ഒക്കെ, പല സ്വാമിമാർ, അങ്ങനെയൊക്കെ പലരുടെ അടുക്കലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം പോയി ഇവരൊക്കെ പറയുന്നത് കേൾക്കുകയും അവരൊക്കെ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിരാശയല്ലാതെ ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ലായിരുന്നു. ഒരു നേരം പോലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. എത്ര വല്ലാത്ത നിരാശ, വല്ലാത്ത ഹൃദയമാകെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. കടഭാരങ്ങൾ ഒരു വിധത്തിലും, ആ കടഭാരത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ചെയ്ത സകല കാര്യങ്ങളും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള പലരും നമുക്കെതിരായി മാറുന്ന സാഹചര്യം, കൂടെ നിന്നവരൊക്കെ നമ്മുടെ തകർച്ചയുടെ നടുവിൽ നമ്മളെ തള്ളിപ്പറയുന്ന അനുഭവങ്ങൾ, ആരും നമ്മുടെ കൂടെയില്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിൽ ജീവിതം വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പലപ്പോഴും ആത്മഹത്യാ ചിന്തകൾ എന്നെ വല്ലാതെ അങ്ങ് വേട്ടയാടി. ഇങ്ങനെ എന്തിനു ജീവിക്കണം എന്ന് പലപ്പോഴും ഹൃദയത്തിൽ തന്നെ ചോദിക്കാൻ തുടങ്ങി. ദൈവത്തെ അന്വേഷിച്ച് പലയിടത്തും പോയി. കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രമായ ശബരിമല ക്ഷേത്രത്തിലും കിട്ടും കെട്ടി ശബരിമലയിലെ ഈ 18 പടിയും കയറി അവിടെ കടന്നു പോകുവാനൊക്കെ ഇടയായി. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. അതൊക്കെ എന്തോ ഒരു ടൂറിസ്റ്റുകൾ പോകുന്നത് പോലെ എൻ്റെ കൂട്ടുകാരോടൊപ്പം പോയി ആസ്വദിച്ച് സ്ഥലമൊക്കെ കണ്ട് മടങ്ങി വന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും അതുകൊണ്ടൊന്നും ഉണ്ടായില്ല. എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരവും ഉണ്ടാകുന്നില്ല. അങ്ങനെ ദൈവത്തെയും പഴിച്ച് എല്ലാവരെയും പഴിച്ച് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് ഒരു ദിവസം ആത്മഹത്യക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാണ്. ആത്മഹത്യക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഞാൻ അന്നത്തെ എൻ്റെ ആത്മഹത്യാ ശ്രമം പാളിപ്പോയി. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. അവിടെ നിന്നാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുകയും ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അറിയാതെ ഞാൻ പൊട്ടിക്കരയുക. ഞാൻ വല്ലാതെ ഒന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ അവനോട് ഷെയർ ചെയ്തു. ഞാനിങ്ങനെ എന്ത് കാര്യത്തിനാണ് ഇന്ന് ഇറങ്ങി തിരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സുഹൃത്തിനോട് ഞാനിങ്ങനെ ഷെയർ ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം അടുത്ത സമയത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന കത്തോലിക്കരുടെ ധ്യാന കേന്ദ്രമായിരുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനമൊക്കെ കൂടിയിട്ട് വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നോട് ഈ ധ്യാന കേന്ദ്രത്തിലെ അനുഭവങ്ങളും അവിടെ നിന്ന് കിട്ടിയ തൻ്റെ ജീവിതാനുഭവങ്ങളും ഒക്കെ എന്നോട് പങ്കുവെക്കാനിടയായി. എന്നിട്ട് അദ്ദേഹം എന്നെ ഒരുപാട് നിർബന്ധിച്ചു, നീ ധ്യാനത്തിന് പോകണം, ഒരാഴ്ചത്തെ ധ്യാനത്തിന് ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാൽ സകല വിഷയത്തിന്റെയും പരിഹാരം ഉണ്ടാകും. അങ്ങനെ ഇദ്ദേഹം എന്നെ ഒരുപാട് നിർബന്ധിക്കുവാനിടയായി. അതൊരു അറ്റകൈ പ്രയോഗം എന്ന അർത്ഥത്തിൽ, സത്യത്തിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവന്റെ മുമ്പിലുള്ള അവസാനത്തെ ഒരു അത്താണി എന്ന അർത്ഥത്തിലും ഒരാഴ്ച ഈ കടം കൊടുക്കാനുള്ളവരുടെ അടുക്കൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാമല്ലോ, ആരും അറിയാതെ ഒന്ന് മാറി നിൽക്കാമല്ലോ എന്നൊക്കെ കരുതി സത്യത്തിൽ ഇവന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രം
മുരിങ്ങൂരുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രം അന്നത്തെ സ്ഥിതിയിൽ ആയിരക്കണക്കിന് ജനം കൂടുന്ന വലിയൊരു ധ്യാന കേന്ദ്രമായിരുന്നു. ആ 1995 സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. 1997 സംഭവമാണ് ഞാൻ പറയുന്നത്. 1997 ഈ ധ്യാന കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-20,000 പേരെങ്കിലും ഒരാഴ്ചത്തെ ധ്യാനം കൂടും. അങ്ങനെ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച രാവിലെ മുതൽ പിറ്റേ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വലിയ ധ്യാനമാണ് നടക്കുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ പോകുന്നു. അതിനകത്ത് പോയി ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ബൈബിളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ധ്യാനം തുടങ്ങി, ചില പാട്ടുകളൊക്കെ എന്നെ ആകർഷിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് പിന്നെ ഓരോ പ്രസംഗത്തിന്റെ വിഷയത്തിലേക്കും വരുമ്പോഴേക്ക് ഈ പ്രസംഗിക്കുന്ന വിഷയങ്ങളൊക്കെ എന്നെ വല്ലാതെ എന്ന് തൊടാൻ തുടങ്ങി. എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ധ്യാന കേന്ദ്രത്തിലെ അച്ഛന്മാരും അവിടെയുള്ള പ്രഭാഷകന്മാരും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോരുത്തരും പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലിനെ കുറിച്ചും. എനിക്കറിയില്ല അതൊന്നും ബൈബിളിലെ വാക്യങ്ങളാണെന്നോ വചനങ്ങളാണെന്നോ ഈ ബൈബിളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ പണ്ട് ബൈബിൾ ഉണ്ടായിരുന്നു. ഈ ബൈബിള് കുറേ പടങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറെ പടങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ബൈബിളും എടുത്തു വെച്ച് വലിയ പുസ്തകമാണ്. ഈ നമ്മൾ ഇന്ന് സത്യവേദ പുസ്തകം ഉപയോഗിക്കുന്ന പോലുള്ള ചെറിയ പുസ്തകമല്ല, വലിയ ബൈബിളാണ്. അപ്പൊ ആ ബൈബിളിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മെഴുതിരിയൊക്കെ കത്തിച്ചു വെച്ചേക്കും. അപ്പൊ അല്ലാതെ ഈ ബൈബിളൊന്നും വായിക്കുന്ന ശീലമൊന്നും ജീവിതത്തില്ല. ഇത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ബൈബിളിന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ ഇങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ട് എന്നുള്ള അല്ലാതെ ഒരു ഇൻട്രസ്റ്റോടു കൂടി ബൈബിളും നമ്മൾ വായിച്ചിട്ടില്ല. എന്നാൽ അവിടെ വെച്ചാണ് ബൈബിളിലെ വചനങ്ങൾ എന്നെ വല്ലാതെ ആകർഷിക്കുവാനിടയായി. അവിടെ ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ, അത് എന്റെ മുഖത്ത് നോക്കി എന്നോട് പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. നിന്റെ പാപങ്ങളാണ് എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയത്. നിന്റെ കടും ചുമപ്പേറിയ പാപങ്ങൾ കാരണമാണ് എനിക്ക് നിന്നോട് ഇടപെടാൻ കഴിയാതിരിക്കുന്നത്. നീ ഇന്ന് അനുഭവിക്കുന്ന സകല വിഷയത്തിന്റെ കാരണം നിന്റെ പാപങ്ങളാണ്. നിന്റെ കടും ചുമപ്പേറിയ ഏത് പാപത്തെയും വെൺമഞ്ഞു പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്നത് യേശുവിന്റെ രക്തത്തിനാണ്. ഇങ്ങനെയൊക്കെ ആ പുരോഹിതൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ എൻ്റെ ജീവിതത്തെ എന്നെ വല്ലാതെ തൊടാനുണ്ടായി. കുറെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിശക്തമായി ഓരോ ദിവസം കഴിയും തോറും അതിശക്തമായി ദൈവത്തിന്റെ വചനം എന്നെ തൊടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ അന്ന് തുച്ഛമായ പൈസക്കാണ് അവിടെ നിന്നൊരു ബൈബിളൊക്കെ വാങ്ങിച്ച് ഞാനും ഇതിന്റെ വാക്യങ്ങൾ ഓരോന്നും വായിക്കാൻ തുടങ്ങിയപ്പോ അത് വല്ലാത്തൊരു ജീവിത അനുഭവത്തിലേക്ക് മാറാൻ തുടങ്ങി. കാരണം ഏത് ഭാഗം തുടർച്ചയായിട്ടൊന്നും വായിക്കുന്ന ശീലമൊന്നുമല്ല. ബൈബിൾ ഇങ്ങനെ എടുത്തു പെട്ടെന്ന് ഇങ്ങനെ തുറക്കുന്നു, കിട്ടുന്ന ഭാഗം വായിക്കുന്നു. ഈ വായിക്കുന്ന ഭാഗമൊക്കെ എന്നോടാ സംസാരിക്കുന്നത്. എന്റെ വിഷയങ്ങളാണ് അവിടെ പറയുന്നത് മുഴുവൻ. എന്റെ ജീവിത അനുഭവങ്ങളാണ് എന്നോട് പറയുന്നത്. ഇത് വല്ലാത്ത ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയും ഞാൻ അറിയാതെ തന്നെ ആ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് എനിക്കൊരു രൂപാന്തരം സംഭവിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്താൽ സംഭവിക്കുന്നതാണെന്നും ദൈവമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നുമുള്ള ഒരു വലിയ വിശ്വാസം എൻ്റെ അകത്തേക്ക് വരുവാനിടയായി. അങ്ങനെ അവിടെ വെച്ചാണ് യേശുവിനെ കുറിച്ച് സത്യത്തിൽ ജീവിതത്തിൽ ക്രിസ്ത്യാനിയായി ജനിച്ച് പള്ളിയിൽ പോയി ഒക്കെ ജീവിച്ചിരുന്ന എൻ്റെ ബാല്യകാലത്തിലും അതിനുശേഷവും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് മതങ്ങളും പള്ളികളും അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ കയറി ഇറങ്ങിയിട്ടുള്ള എനിക്ക് യഥാർത്ഥത്തിൽ ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലായത് അവിടെ വെച്ചാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്തെക്കുറിച്ച്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന ആ പദങ്ങളൊക്കെ എന്നെ വല്ലാതെ ആകർഷിക്കുവാനാണ്. ഒരു പ്രയോജനവുമില്ലാത്ത തിന്മ മാത്രം ചെയ്യുന്ന, പാപം കൊണ്ട് മാത്രം നിറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുവിനെ കുറിച്ച് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി അറിയുന്നത്. അവിടെ യേശു എൻ്റെ ജീവിതത്തിലേക്ക് സത്യത്തിൽ യേശു എന്നെ സന്ദർശിക്കുന്ന ഒരു അനുഭവമായിരുന്നു. സക്കായി യേശുവിനെ കാണുവാൻ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നത് പോലെ ദൈവം എന്നെ ഓടിച്ച് ധ്യാനകേന്ദ്രമാകുന്ന കാട്ടത്തിയുടെ മുകളിൽ കയറ്റിയിരുത്തി യേശുവിനെ കാണാൻ എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് യേശു എന്നെ സന്ദർശിച്ചു. യേശു എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിന്റെ പാവങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ മുന്നിൽ തെളിയാൻ തുടങ്ങി. ആരോടും തുറന്നു പറയാൻ പറയുക പോലും ചെയ്യാതിരുന്ന, രഹസ്യമായി ജീവിതത്തിൽ കൊണ്ടുവരുന്ന കടുത്ത പാപങ്ങൾ,
അത് തുറന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നു. അത്തരത്തിലുള്ള എന്റെ ജീവിതത്തിന്റെ പാവങ്ങൾ ഒക്കെ ആ, അവിടെ വെച്ച് എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ പല കാര്യങ്ങൾ കാണുവാനിടയായി. പൊട്ടിക്കരഞ്ഞു, ഒത്തിരി കരഞ്ഞു, നിലവിളിച്ചു. അന്ന് വരെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞതൊക്കെ എന്റെ ജീവിതത്തിലെ കടഭാരവും എന്റെ കുടുംബ പ്രശ്നങ്ങളും ഞാൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ആ, യാത്രയിലുള്ള പ്രതിസന്ധികളൊക്കെ ഓർത്താ നിലവിളിച്ചതെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി പാപത്തെ ഓർത്ത് ഞാൻ നിലവിളിക്കാണ്. എന്റെ ജീവിതത്തിന്റെ പാപത്തെ ഓർത്ത് ഞാൻ ജീവിതത്തിൽ കരഞ്ഞ ദിവസങ്ങളായി. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഈ യേശുവിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഇന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്ന എന്റെ ജീവിതത്തിൽ സംഭവിച്ച അടുത്ത ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന ഞാൻ വലിയ മാറ്റം എന്റെ ജീവിതത്തിലുണ്ടായി. ധ്യാനകേന്ദ്രത്തിൽ പോകുന്നതിന്റെ തലേ ദിവസം വരെയും മദ്യപിച്ചിരുന്ന, പുകവലിച്ചിരുന്ന, ചീത്ത വിളിച്ച് മാത്രം ജീവിച്ചിരുന്ന, ഒരു ഒരു സെന്റൻസ് പറഞ്ഞ അതിനകത്ത് 2 തെറിയും ഉൾപ്പെടുത്തി സംസാരിച്ചിരുന്ന എന്റെ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ എന്റെ സംസാരത്തിന് വ്യത്യാസം ഉണ്ടായി. എന്നാൽ എല്ലാ മാറ്റവും ഉണ്ടായില്ല. മദ്യപാനം ഒറ്റ ദിവസം കൊണ്ട് എന്നെ വിട്ടുപോയി. പുകവലി ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി. എന്നാ മുൻകോപമോ അങ്ങനെയുള്ള ദേഷ്യ സ്വഭാവങ്ങളോ അങ്ങനെ ജീവിതത്തില് പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങളോ ഒന്നും എന്റെ ജീവിതത്തിൽ നിന്ന് അതൊന്നും പെട്ടെന്നൊന്നും മാറിയതുമില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് ഇത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ആ മാറ്റമുണ്ടായി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ദൈവത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടായി. അപ്പോൾ എന്റെ പാരമ്പര്യം അനുസരിച്ച് ഞാൻ തിരിച്ച് കത്തോലിക്ക പള്ളിയിലേക്ക് പോവുകയാണ്. നാളുകൾക്ക് ശേഷം വീണ്ടും കത്തോലിക്ക പള്ളിയിൽ പോകുന്നു. പള്ളിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. പള്ളിയുമായി ചേർന്ന് പോകുന്നു. അതൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നഷ്ടപ്പെട്ട ഒരുവൻ ഇതാ പള്ളിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷവും. അങ്ങനെ ജീവിതത്തിൽ ഒരു മതഭക്തനായി ജീവിതം ആരംഭിച്ചു. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു വിഷയമുണ്ട്. ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. എൻ്റെ വൈഫ് സ്കൂൾ ടീച്ചറാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ വൈഫ് സ്കൂളിൽ ടീച്ചറാണ്. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത 2 പെൺകുട്ടികളും ഇളയ 2 ആൺകുട്ടികളും. മൂത്ത മോടെ വിവാഹം കഴിഞ്ഞ് അയാള് ബോംബെയുടെ പ്രദേശത്ത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ മോള് MBBS ഡോക്ടറാണ്. മൂന്നാമത്തെ മോനാണ്. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു. ഏറ്റവും ഇളയാള് CAക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ വീടിന്റെ പശ്ചാത്തലം. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതിനുശേഷം അപ്പോ ഞാനൊരു ജോലിയിലൊക്കെ ഈ കാലയളവിലൊക്കെയാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. എൻ്റെ വൈഫും ജോലിയിൽ പ്രവേശിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഈ കാത്തലിക് മാനേജ്മെന്റിന്റെ കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ ജീവനക്കാരാണ്. എൻ്റെ വൈഫ് ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ ജോലിയിലൊക്കെ പ്രവേശിച്ചു. ഈ ജോലിയും അതുമായി ബന്ധപ്പെട്ട ചില നന്മകളും ഒക്കെ ജീവിതത്തിൽ വന്നതുകൊണ്ടും ഒക്കെ ജീവിതത്തിലെ സാമ്പത്തിക പ്രയാസങ്ങൾക്കൊക്കെ അല്പമായിട്ടൊക്കെ പരിഹാരം, പൂർണ്ണ പരിഹാരം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അല്പമായ പരിഹാരങ്ങളും ജോലി ചെയ്തൊക്കെയാണ് എൻ്റെ കടമൊക്കെ ഞാൻ വീട്ടിയത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ ഈ പറഞ്ഞു മതഭക്തനായി ജീവിക്കാൻ തുടങ്ങി. ഈ മതഭക്തനായി ജീവിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവന്ന വേദപുസ്തകം ആർത്തിയോട് ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ തുടങ്ങി. അപ്പോ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞു ഇവൻ ഇതൊക്കെ വിട്ടു, പാർട്ടിയൊക്കെ വിട്ടു, പഴയ തീവ്രമായ വിപ്ലവ ചിന്തകളൊക്കെ വിട്ടു, ഇപ്പം ആത്മീയതയുടെ പാതയിലാണ്. നിരന്തരമായി പള്ളിയിൽ പോകുന്നു. പള്ളിയുമായിട്ട് നല്ല ബന്ധം. പള്ളിയിൽ എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് വളരെ സജീവമായി നിൽക്കുന്നു. പള്ളിയിൽ എല്ലാ കർമ്മങ്ങളുണ്ട്. എല്ലാ ആചാരങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോകുമ്പോൾ തന്നെ ഈ വേദപുസ്തകം ഞാൻ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. അന്ന് POCയുടെ വലിയ ബൈബിളാണ് ഉപയോഗിക്കുന്നത്. 73 പുസ്തകങ്ങൾ അതിനകത്തുണ്ട്. തുടർമാനമായി ഈ ബൈബിള് ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി വായിച്ചു. ബൈബിൾ വായിക്കും തോറും എന്നെ വല്ലാതെ അതങ്ങ് പിടിച്ച് കുലുക്കാൻ തുടങ്ങി. വായിക്കുന്നതിനകത്തൊന്നൊക്കെ തന്നെ ദൈവം എന്നോടങ്ങ് സംസാരിക്കാൻ തുടങ്ങി. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങൾക്കകത്തും കാണാൻ തുടങ്ങി. കണ്ണുനീരോടല്ലാതെ ആ സമയത്തൊന്നും എനിക്ക് ബൈബിള് വായിക്കാൻ കഴിയത്തില്ലായിരുന്നു. ബൈബിളിലെ ഓരോ സന്ദർഭങ്ങളും ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ, ഓരോ വചനങ്ങളും വായിക്കുമ്പോൾ അത് തുടർമാനമായിട്ടാണ് വായിക്കുന്നത്. വായിക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകുമായിരുന്നു.
അങ്ങനെ വേദപുസ്തകം 1, 2, 3 ഇങ്ങനെ പല ആവർത്തി ഞാൻ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ സംശയങ്ങൾ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട് കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. ഇപ്പൊ പാർട്ടിയൊക്കെ വിട്ടിട്ട് കരിസ്മാറ്റിക് പ്രവർത്തകനായി സജീവമായി നിരവധി കൂട്ടായ്മകളിൽ ദൈവവചനം പങ്കുവെക്കുകയും ദൈവവചനം സംസാരിക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത് സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട മരിയഭക്തി, കന്യാമറിയവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും തീർത്ഥാടനങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ വളരെ സജീവമായി പോകുമ്പോഴാണ് വേദപുസ്തകം വായിക്കുന്നതും വേദപുസ്തകത്തിലെ പല വിഷയങ്ങളും ജീവിതത്തിൽ വലിയ സംശയങ്ങളായി മുന്നോട്ട് വരുവാനിടയിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായ ഒരു സംശയം എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് നമ്മൾ 10 കൽപ്പനകളെ കുറിച്ച് കാണുന്നത്. 10 കൽപ്പനകളെ കുറിച്ച് കാണുന്ന ആ ഭാഗത്ത് 2ാമത്തെ കൽപ്പനയായി വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു വിഗ്രഹങ്ങളും ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത് എന്നുള്ളതാണ് വേദപുസ്തകത്തിലെ കൽപ്പന. എന്നാൽ ഞങ്ങളുടെ കത്തോലിക്കരുടെ സൺഡേ സ്കൂൾ പുസ്തകങ്ങളിലും ഒക്കെ കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ കൊടുക്കുമ്പോൾ 2ാമത്തെ കൽപ്പന കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത് എന്നാണ് 2ാമത്തെ കൽപ്പന. ഈ പറഞ്ഞ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത് എന്നുള്ള കൽപ്പന അവിടെ ഇല്ല. മാത്രമല്ല അവസാനത്തെ കൽപ്പന കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, 2 കൽപ്പനകളാണ്: അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. എന്നാൽ വ്യഭിചാരം ചെയ്തെന്നൊരു കൽപ്പനയുണ്ട്, പിന്നെ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നൊരു കൽപ്പനയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ വിഷയം ആ സമയത്തൊക്കെ പലരോടും ഒക്കെ ചോദിച്ചിരുന്നു, പല അച്ഛന്മാരോടും ഒക്കെ ഞാൻ ഈ വിഷയമൊക്കെ ചോദിച്ചു. അവർക്കൊന്നും അതിനൊന്നും കൃത്യമായ ഒരു മറുപടി തരാൻ കഴിയും. പിന്നെ പള്ളിയിലൊക്കെ ഇരിക്കുന്ന രൂപങ്ങളെക്കുറിച്ചും ഈ രൂപങ്ങളെക്കുറിച്ചും അങ്ങനെ വെച്ചിരിക്കുന്ന പ്രതിമകളെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ പറച്ചിലെന്ന് പറയുന്ന അവരൊക്കെ പറയുന്നത് ഇത് തിരുസഭ, സഭ എന്നല്ലല്ലോ കത്തോലിക്കര് പറയുന്നത്, തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഇത് പാപമല്ല. മറ്റ് ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, അന്യദൈവ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ് പാപം, ഇത് പാപമല്ല എന്നാണ് ഇവർ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് എന്തോ വേദപുസ്തകവുമായി യോജിച്ചു പോകാത്ത ചില കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ സംശയങ്ങളൊക്കെ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ ചില അച്ഛന്മാരും നമ്മളെ സ്നേഹിക്കുന്ന ചില പ്രിയപ്പെട്ടവരും ഒക്കെ കത്തോലിക്ക വേദശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പല പുസ്തകങ്ങളും എനിക്ക് തരുവാനിടയിൽ, അറിയപ്പെടുന്ന വലിയ പല പുസ്തകങ്ങളും. ഞാൻ ഈ ബൈബിളിനോടൊപ്പം തന്നെ ആ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം, കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ച് ബൈബിളിൽ പറയുന്നത് മാത്രമല്ല സത്യം, അതിനപ്പുറം തിരുസഭയുടെ ചില പഠനങ്ങളുണ്ട്. അത് പാരമ്പര്യങ്ങൾ കൂടി തിരുസഭ അംഗീകരിക്കുന്നു. അപ്പോ വേദപുസ്തകം മാത്രമല്ല, അതിനപ്പുറം ചില പാരമ്പര്യങ്ങൾ കൂടിയുണ്ട്. അത് സഭാപിതാക്കന്മാർ കാലങ്ങളായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൂടിയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ വേദപുസ്തകവുമായി ബന്ധമില്ലാത്ത ഒരുപാട് ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ മുന്നോട്ട് വരാണ്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഈ പുണ്യവാളന്മാരുടെ രൂപത്തിന്റെ മുമ്പിലൊക്കെ മെഴുകുതിരി കത്തിക്കുന്നതും അതിനൊക്കെ മാലയിടുന്നതും ഒക്കെ എന്നെ വല്ലാതെ എനിക്കിതിന്റെ ഒന്നും അർത്ഥം പിടികിട്ടും. അതൊക്കെ പലപ്പോഴും ചോദ്യചിഹ്നമായി മുമ്പിൽ വരികയും അച്ഛന്മാരോടും ഒക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ തരുന്ന മറുപടി അങ്ങനെയൊക്കെയാണ് സഭ പഠിപ്പിക്കുന്നത് പോലൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ നിൽക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ, രോഗികൾ സൗഖ്യമാകുന്ന കണ്ടിട്ടുണ്ട്, ഭൂതങ്ങൾ വിട്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ, ഒന്നുമില്ലായ്മയുടെ നടുവിലൊക്കെ ഞാൻ ഒരു ഭവനത്തിന്റെ പണി ആരംഭിക്കുവാനൊക്കെ ഇടയായി. ദൈവം അതിശയകരമായി ഇത് മുന്നോട്ട് നടത്തി. ജീവിതത്തിൽ പ്രാർത്ഥിച്ച പല വിഷയത്തിന്റെയും മറുപടി കിട്ടി. ഞാൻ പലർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ അവർക്കും പലർക്കും ആ വിഷയത്തിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അവിടെ വെച്ച് ദൈവാത്മാവ് എന്റെ ജീവിതത്തിലേക്ക് ഇടപെടുകയും, അന്ന് അന്യഭാഷ എന്നല്ല പറയുന്ന, ഭാഷാപരം എന്നാ പറയുന്നത്, അന്യഭാഷയിലൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ, പ്രാർത്ഥനയിൽ അന്യഭാഷയിലൊക്കെ ദീർഘസമയം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല ഒത്തിരി പേരുടെ വിടുതലുകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ നിൽക്കുമ്പോഴും എൻ്റെ കത്തോലിക്ക പള്ളി നിൽക്കുമ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ തന്നെ അമൃതാനന്ദയുടെ മഠത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്.
ഞാൻ ഈ പറയുന്നതിന്റെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ പോയിട്ട് പല അമ്പലത്തിലും നേർച്ചകളും കാഴ്ചകളും ഒക്കെ കൊടുത്ത് ജീവിതത്തിൽ അവർക്ക് ജീവിതത്തിൽ പല ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന, അപ്പം യേശുവിനുള്ള വിശ്വാസം നമ്മുടെ അകത്തുണ്ട്. യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഈ വചനമൊക്കെ നമ്മൾ സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അത്ഭുതമൊക്കെ അടയാളമൊക്കെ ചുറ്റിലും നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സഭയുടെ പലതരത്തിലുള്ള പോക്ക് ആ, ഹൈന്ദവ അമ്പലങ്ങളിലുള്ള പല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഇവിടെ ആവർത്തിച്ചു വരുന്നതനുസരിച്ച് അവിടെ കൊടിമരമുണ്ട്, ഇവിടെയും കൊടിമരമുണ്ട്. അവിടെ കെട്ടുകാഴ്ചയുണ്ട്, ഇവിടെ വരുമ്പോൾ റാസായുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ നിലവിളക്കുണ്ട്, ഇവിടെ നിലവിളക്കിന് കുറവൊന്നുമില്ല. അവിടെ കർപ്പൂരം ഉണ്ടെങ്കിൽ ഇവിടെ മെഴുകുതിരിയുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലും ഈ അമ്പലവും പള്ളിയും ഒന്നും തമ്മിൽ എനിക്ക് വ്യത്യാസം കാണാൻ കഴിയുന്നില്ല. ആകെ കൂടുതലൊരു വ്യത്യാസം, അവരുടെ കുറെ മതപ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചുറ്റിലുമുള്ള അമ്പലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ കുറെ കഥകളും കാര്യങ്ങളും ധാർമ്മികമായ പല കാര്യങ്ങളും ഒക്കെ പറയാറുണ്ടെങ്കിലും അതിലൊന്നും തന്നെ നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവവചനത്തിന് എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തിന് ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാതെ തന്നെ ഞാൻ ദൈവവചനത്തിലേക്ക് കൂടുതൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സഭയുടെ പാരമ്പര്യം വിട്ട് ദൈവവചനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നപ്പോൾ ഈ പള്ളിയിലെ പല കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ കഴിയാതെ വന്നു. അപ്പോഴാണ് മറിയത്തിന്, ഈ പുണ്യവാളന്മാർക്കെല്ലാം വണക്കവും മറിയത്തിന് പ്രത്യേക വണക്കവും എന്നാണ് ഞങ്ങളുടെ പള്ളിക്കകത്ത് പറയുന്നത്. അപ്പൊ പ്രത്യേക വണക്കം എന്താ? ഈ പ്രത്യേക വണക്കം അത് ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. പുണ്യവാളന്മാരെയൊക്കെ വണങ്ങുക മാത്രമേ ചെയ്തു. ഇപ്പൊ ഈ വണങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രത്യേക വണക്കം എന്താണ്? ഇതിനൊന്നും വ്യക്തമായൊരു ആൻസർ പറഞ്ഞു തരാൻ ഈ പള്ളിക്കകത്തുണ്ടായിരുന്നു ഒരച്ഛന്മാർക്കും കഴിഞ്ഞില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ ഞാനിങ്ങനെ മുന്നോട്ട് ഒത്തിരി സംശയങ്ങൾ മുമ്പിലുണ്ട്. ഒറ്റ പെന്തക്കോസ് പാസ്റ്റർമാരുമായിട്ട് എനിക്ക് പരിചയമില്ല. ഞാൻ ഇപ്പോൾ പെന്തക്കോസുകാരെ നമ്മുടെ ജീവിതത്തിൽ ഒരടുപ്പവും ഇല്ലാത്തവരാണ്. ഒരു പെന്തക്കോസ് പാസ്റ്റർമാരുമായിട്ട് എനിക്ക് ബന്ധവുമില്ല. അല്ലെങ്കിൽ അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുമായിട്ട് ആരുമായിട്ടും അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. ആകെ കൂടെ ഉള്ളത് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിലുള്ള കുറച്ച് പേര് മാത്രമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം സംശയമാണ്. കൽപ്പനകൾ സംബന്ധിച്ച് എന്തുകൊണ്ട് കൽപ്പനയ്ക്കകത്ത് ഇങ്ങനെ ഒരു തിരുത്തം സംഭവിച്ചു, എന്തുകൊണ്ട് ഇത്രയധികം ഈ പുണ്യവാളന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥന പറയുന്ന സമയത്ത് പള്ളിയിൽ പറയുന്ന മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ഇത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിയിൽ കയറിയിട്ടില്ലാത്ത, പള്ളിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരും മരിച്ചു കഴിഞ്ഞിട്ട് അവര് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ഒരിക്കൽ ഞാൻ ഒരു സിസ്റ്ററോട്, ഒരു കന്യാസ്ത്രീയോട് ഇത് സംബന്ധിച്ച് ഒത്തിരി തർക്കിക്കുവാനിടയെ. ഞാൻ ചോദിച്ചു, എന്തിനാ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥന? അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരൊക്കെ സ്വർഗത്തിൽ പോകും. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരൊക്കെ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ കള്ളും കുടിച്ച് തോന്നിയ പോലെയൊക്കെ ജീവിച്ചാൽ പോരെ? നമ്മൾ മരിക്കുമ്പം ആർക്കെങ്കിലും ഒക്കെ മുൻകൂട്ടി കുറച്ച് പൈസയോ പണമോ ഒക്കെ കൊടുത്തു വെച്ചിരുന്ന അവരൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കത്തില്ലേ? അങ്ങനെ നമുക്കൊന്ന് സ്വർഗത്തിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തർക്കിക്കാൻ തുടങ്ങി. എനിക്ക് എന്തൊക്കെയോ അവിടെ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് പള്ളിയിൽ കയറാത്തവരും എങ്ങനെയും ജീവിച്ചിട്ട് തോന്നിയതുപോലൊക്കെ ജീവിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയും ഇല്ലാതെ ജീവിച്ചിട്ട് അതിനുശേഷം മരണപ്പെട്ടതിന് ശേഷം കുറച്ചുപേര് ദിനംതോറും കിടന്ന് പ്രാർത്ഥിക്കുന്ന ഈ അനുഭവത്തെക്കുറിച്ച് വർഷം തോറും അല്ലെങ്കിൽ കൂടെ വന്നിട്ട് മെഴുകുതിരിയും കത്തിച്ച് കുറെ പൂക്കളും കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. ഇനി സ്വന്തം കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരോട്, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന വേറെ. മരിച്ചുപോയ വീട്ടിൽ നിന്ന് മരിച്ചുപോയ അപ്പനോടും അമ്മയോടും ഒക്കെ പോയി നിന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുക. അപ്പൊ എനിക്ക് ആകെ കൂടുതൽ സംശയം, മരിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്താണ്, ഇവരൊക്കെ എവിടെ പോയിരിക്കുകയാണ്? അപ്പൊ പറയുന്ന അവസാനം ഇവര് നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ എന്നുള്ളത് ഇപ്പോഴല്ല തീരുമാനിക്കപ്പെടുന്നത്. അതൊന്നും നമുക്കറിയത്തില്ല. ഇപ്പൊ ഇവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്താണ്. അപ്പൊ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ഇതൊക്കെ വല്ലാത്ത സംശയങ്ങളായി ജീവിതത്തിൽ വല്ലാത്ത സംശയങ്ങൾ ഉന്നയിച്ച് ഞാനിങ്ങനെ പോവുകയാണ് പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ. ഇതൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, ഒരു മറുപടിയും കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ, കാത്തലിക് ചർച്ചുമായി ബന്ധപ്പെട്ടേക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെയൊക്കെ സഭയുടെ കുറെ പാരമ്പര്യങ്ങളല്ലാതെ വേദപുസ്തകപരമായിട്ട് എനിക്ക് ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ആലപ്പുഴയിലുള്ള IMS ധ്യാന കേന്ദ്രത്തിൽ അവിടെ കൗൺസിലിങ്ങിന്റെ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു 2 ആഴ്ചത്തെ കൗൺസിലിംഗ് കോഴ്സ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ പോകുന്നു. അവിടെ ആയിരിക്കുമ്പോൾ
കുറെ നാളായിട്ട് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളാണ്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾക്കകത്ത് പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് ദൈവത്തിന്റെ സൗജന്യമായ ദാനമത്രേ, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പം കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അത് ദൈവത്തിന്റെ സൗജന്യമായ ദാനമത്രേ, ആരും പ്രശംസിക്കാതിരിപ്പാൻ അത് പ്രവൃത്തികൾ കാരണമല്ല എന്ന ഈ ഭാഗം എന്നെ വല്ലാതെ ആകർഷിക്കുവാനിടയായി. അപ്പൊ ഇതിങ്ങനെ എന്നെ വല്ലാതെ വല്ലാതെ എന്നെ ആകർഷിച്ചൊരു വാക്യമുണ്ട്. അവിടെ കൃപ എന്ന് പറയുന്നതിന് ഇതിന്റെ അർത്ഥം എന്ത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വല്ലാത്തൊരു സംശയം ഉണ്ടാകാൻ കാരണമുണ്ട്. കാരണം കരിസ്മാറ്റിക് മൂവ്മെന്റ് പലപ്പോഴും കൃപയ്ക്ക് മേൽ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ കൃപയെന്നും കരുണയെന്നുമുള്ള 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. കൃപയും കരുണയും ഉണ്ട്. മലയാളം അനുസരിച്ച് കൃപയ്ക്കും കരുണയ്ക്കും ഒന്നും വലിയ വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ വേദപുസ്തക പ്രകാരം പലപ്പോഴും കരുണ എന്ന വാക്കിനേക്കാൾ പലരും കൃപ 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 എന്നിങ്ങനെ ആർത്തു കിടന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഈ കൃപ എന്ന് പറയുന്ന വാക്കിന് എന്തോ ഒരു പ്രത്യേക അർത്ഥമുണ്ട് എന്ന് തോന്നുകയും, അങ്ങനെ കൃപയുടെ അർത്ഥം ഞാൻ പലരോടും അന്വേഷിച്ചു. ഒത്തിരി അച്ഛന്മാരോടും കന്യാസ്ത്രീമാരോടും ഒക്കെ ചോദിച്ചു. പലരും പറഞ്ഞു പൊട്ടത്തരങ്ങളാണ്. കൃപ കൃപയും കരുണയും ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട്. കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവരുണ്ട്. കൃപ എന്ന് പറയുന്നത് കൃപാവരമാന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പം ഇതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തിയ ഉത്തരവല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ IMS ധ്യാന കേന്ദ്രത്തിലെ ഞാൻ ഈ കൗൺസിലിംഗ് കോഴ്സ് കൂടുമ്പോൾ അവിടെ അതുലച്ചൻ എന്ന് പറയുന്ന ഡോക്ടറേറ്റ് ഒക്കെയുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു അച്ഛനായിരുന്നു. അപ്പൊ ഈ അച്ഛൻ്റെ അടുക്കൽ ഞാൻ ഈ വാക്യമായിട്ട് ചെല്ലുകയാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അത് ദൈവത്തിന്റെ സൗജന്യമായ ദാനമത്രേ എന്ന് പറയുന്ന ഈ വാക്യവും കൊണ്ട് അച്ഛൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അച്ഛനോട് ഞാൻ ചോദിക്കുന്നു, അച്ഛാ, ഇവിടെ കൊടുത്ത് കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു കൊടുത്തിരിക്കുന്നത്, ഇവിടെ കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്നാൽ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, നിനക്ക് തെറ്റുപറ്റി, ഇത് നമ്മുടെ വേദശാസ്ത്രമല്ല. നമ്മുടെ വേദശാസ്ത്രം അങ്ങ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലുണ്ട്. അവിടെ എഴുതിയിട്ട് പിശാചുക്കൾ പോലും ദൈവം ഏകരാണെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസം മൂലം മാത്രമല്ല, പ്രവൃത്തിയാലും അത്രേ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തിയാലും അത്രേ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. എന്നിട്ട് അച്ഛൻ എനിക്ക് അല്പം എക്സ്പ്ലനേഷൻ കൂടെ തന്നു. വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല, നിത്യതയിൽ ചെല്ലാൻ കഴിയില്ല. മറിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ പ്രവർത്തികളുടെയും കൂടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ ചെല്ലാൻ കഴിയൂ, നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയൂ, രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്മൾ ആരും രക്ഷിക്കപ്പെട്ടവരല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ തുടർ പ്രോസസ്സാണ്. അത് നടന്നുകൊണ്ടിരിക്കുക വെച്ചാൽ നമ്മുടെ പ്രവൃത്തികളെ നോക്കിയിട്ടാണ്. അത് വിശ്വസിച്ചത് യേശുവിലുള്ള വിശ്വാസം പോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും അതിന് മൂലമാണ്. അതിന് സഭ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കൂദാശകളുണ്ട്. കൂദാശകളും നമ്മുടെ സൽപ്രവൃത്തികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെല്ലാൻ കഴിയൂ, അങ്ങനെ രക്ഷിക്കപ്പെടാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ അച്ഛൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുവാനിടയായി. സത്യത്തിൽ അന്നാണ് വേദശാസ്ത്രപരമായ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ ഈ വേദശാസ്ത്രപരമായ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ പോലെ ഗൂഗിൾ സംവിധാനങ്ങളോ ഇത്രയേറെ പുസ്തകങ്ങൾ കിട്ടാനോ ഒന്നും മാർഗമില്ല. ഏതെങ്കിലും ബുക്ക് സ്റ്റാളിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പുസ്തകമാണ് കിട്ടുന്നത്. അങ്ങനെ എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന ഒരു പെന്തക്കോസ്ത് പയ്യനെ ഞാൻ വിളിച്ചിട്ട് അവനോട് ഞാൻ ചോദിച്ചു, ഈ നിങ്ങളുടെ വീട്ടില് നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എടുത്തോണ്ട് തരണേ, എനിക്കൊന്ന് വായിക്കാനാണ്. അങ്ങനെ അവൻ കുറച്ച് പുസ്തകങ്ങൾ, അവന്റെ അപ്പം പാസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹം ചില പുസ്തകങ്ങളൊക്കെ എനിക്ക് കൊടുത്തു. പക്ഷെ എനിക്ക് വേണ്ടുന്ന ആൻസർ കിട്ടുന്ന പുസ്തകങ്ങളൊന്നും അതിനകത്തില്ലായിരുന്നു. ഞാൻ വായിച്ചപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു ഐഡിയ എന്റെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ള അല്ലാതെ എനിക്ക് ഈ ആശയങ്ങളൊന്നും വ്യക്തമാവുന്നില്ല. ഒരു ഭാഗത്ത് എനിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി. ഒരു ഭാഗത്ത് വിശ്വാസത്താലാണ് രക്ഷ പ്രാപിക്കുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് മുന്നോട്ട് പോകുന്നത് പറയുമ്പോൾ, മറുഭാഗത്ത് ജീവിച്ചിരുന്ന പ്രവൃത്തികൾ ചെയ്യുകയും അത് മരണശേഷവും തുടർന്നും ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. വേദപുസ്തകത്തിലെ വചനങ്ങളുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ മണർകാട് പള്ളിയിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് 8 നോമ്പുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ നിന്ന്
ഇങ്ങനെ ഒരു പുസ്തകം ബെന്നി ഹിന്നിന്റെ യേശുവിന്റെ രക്തം അതിന്റെ ശക്തി എന്ന് പറയുന്ന ഒരു പുസ്തകം അവിടെ വന്ന് കിട്ടും. ബെന്നി ഹിൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒന്നും അറിയില്ല. അപ്പൊ ഈ പുസ്തകം എന്നെ വല്ലാതെ ഒന്ന് ആകർഷിച്ചു. ഞാൻ ആ പുസ്തകം മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് അത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൃപ എന്ന വാക്കിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള അർത്ഥം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമാണ് കൃപയെന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മരണയോഗ്യനായിരുന്ന, യാതൊരു നന്മയും വസിക്കാത്ത, യാതൊരു ഗുണവും ഇല്ലാത്ത, യാതൊരു പ്രയോജനവും ഇല്ലാത്ത, ന്യായവിധിക്ക് മാത്രം യോഗ്യനായിരുന്ന മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് പകരക്കാരനായി കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുത്ത, കാൽവരിയിൽ അവനെ യാഗമാക്കി മാറ്റിയ ആ സ്നേഹമാണ് കൃപ എന്ന് പറയുന്ന അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമ്മുടെ മേൽ പകർന്ന ദാനമാണ് കൃപ എന്ന വളരെ ആഴത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായി. അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. അപ്പോ കൃപ എന്ന് പറയുന്നത് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എൻ്റെ മേൽ പകർന്നതാണ് കൃപ എന്ന് മനസ്സിലാക്കിയപ്പോ, കൃപ എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വേദഭാഗം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മറിയത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു. മറിയം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് മറിയം യേശുവിന്റെ അമ്മയായി മാറിയത് മറിയത്തിന്റെ ഒരു യോഗ്യതയുമല്ല, മറിയത്തിനുണ്ടായിരുന്ന ഒരൊറ്റ യോഗ്യതയുമല്ല മറിയത്തെ യേശുവിന്റെ അമ്മയാക്കി മാറ്റിയത്, മറിച്ച് ദൈവത്തിന്റെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു യോഗ്യതയില്ലാത്തിടത്ത് ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു എന്ന് വേദപുസ്തകം പറയുന്നത് പോലെ മറിയത്തിന് ഒരു യോഗ്യതയില്ലാതിരുന്നപ്പോ ദൈവം മറിയത്തെ യേശുവിന്റെ അമ്മയാകാൻ തെരഞ്ഞെടുത്തതാണ്. ഓരോ വ്യക്തികളെയും ദൈവം തെരഞ്ഞെടുക്കുന്നതാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രാധാന്യം, നമ്മുടെ നന്മ നോക്കിയിട്ടല്ല. കത്തോലിക്കൻ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് ഒരു പ്രാർത്ഥന പറയാറുള്ളത്. എന്നാൽ ഓർത്തഡോക്സുകാരൊക്കെ കൃപ നിറഞ്ഞ മറിയാമേ എന്നാണ്. ആ സമയത്ത് ഞാൻ പലരോടും പറഞ്ഞു, നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നത് തെറ്റാണ്, അങ്ങനെയല്ല, ഇത് കൃപ നിറഞ്ഞ മറിയാമേ എന്നാണ്. മറിയം യേശുവിന്റെ അമ്മയായി മാറിയത് മറിയത്തിന്റെ നന്മ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാലാണ്. ഇന്ന് പകരം ഞാൻ നിങ്ങളുടെ നടുവിൽ ഇരിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു യോഗ്യതയും കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും പദവികൾ കൊണ്ടോ എന്റെ ജോലിയുടെ പ്രൗഢി കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാൽ ആ തെരഞ്ഞെടുപ്പ് എന്റെ മേൽ വന്നതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായി തീർന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മളെക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ബലമുള്ളവരും ഒക്കെ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോ നമ്മെ തെരഞ്ഞെടുത്ത ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സംഘർഷഭരിതമായ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു പ്രഭാതത്തിൽ ദൈവാത്മാവ് കൃത്യമായി എന്നോട് ഇടപെട്ടത്. ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. ദൈവാത്മാവ് പറഞ്ഞു, അമിസ്തോത്രം, നീ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ ഏകജാതനായ പുത്രനെ ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കില്ലായിരുന്നു. ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തീർത്ഥാടനം കൊണ്ടോ ഏതെങ്കിലും കൂദാശകൾ കൊണ്ടോ ഏതെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ ഏതെങ്കിലും വഴിപാട് കൊണ്ടോ നേർച്ചകൾ കൊണ്ടോ ദശാംശം കൊണ്ടോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എന്റെ പാപത്തിന്റെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് ഒരിക്കലും ദൈവം അയക്കില്ലായിരുന്നു. തന്നോടൊപ്പമായിരുന്ന, ദൈവത്തോടുള്ള സമത്വത്തിലായിരുന്ന യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മറ്റൊരു മാർഗത്തിലൂടെയും എന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയും. മറിയത്തിലൂടെ എന്റെ പാപത്തിന് എന്തെങ്കിലും പരിഹാരം വരുത്താൻ കഴിയുമായിരുന്നെങ്കിൽ യേശുവിനെ ലോകത്തിലേക്ക് അയക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏതെങ്കിലും പുണ്യവാളന്മാരിലൂടെ എന്റെ പാപത്തിന് എന്തെങ്കിലും പരിഹാരം വരുത്താൻ കഴിയുമായിരുന്നെങ്കിൽ യേശുവിനെ ലോകത്തിലേക്ക് അയക്കില്ലായിരുന്നു. കാരണം പിതാവിന്റെ മടിത്തട്ടിലിരുന്ന പിതാവിന്റെ സമ്പത്തിന്റെ ഏറ്റവും വലുതാണ് യേശു. ആ യേശുവിനെയാണ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. യെശയ്യാവ് പറയുന്നത് പോലെ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയെന്നാ പറയുന്നത്. ദൈവത്തിന് യേശുവിനെ നമുക്ക് വേണ്ടി ഒരു അകൃത്യയാഗമാക്കി മാറ്റി യേശുവിനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞാൻ ആ പുസ്തകത്തിൽ പറയുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. എന്റെ ഒരു പ്രവൃത്തിയും കൊണ്ട് എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് അന്ന് പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ ഞാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തീർത്ഥാടനങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെഴുകുതിരി കത്തിക്കലും കൂദാശപരമായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ഏക വൃഥാവിലാണ്. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതുകൊണ്ടൊന്നും എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല, നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയില്ല. നിത്യതയിൽ എന്നെ കൊണ്ടുചെല്ലാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് യേശുവിന്റെ മാർഗമാണ്. കാൽവരിയിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത യാഗത്താൽ അല്ലാതെ
എനിക്ക് ഒരു കാരണവശാലും പാപമോചനമില്ല. പാപമോചനത്തിനായി ഒരേ ഒരു മാർഗം, കാൽവരിയിൽ എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഒരച്ഛന്മാരോടും പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചത് കൊണ്ട് ഒരു കഥയുമില്ല എന്ന് ജീവിതത്തിൽ എനിക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. അതുപോലെ കത്തോലിക്കൻ പഠിപ്പിച്ചിട്ടുള്ള ട്രാൻസ്ബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന കുർബാന കൊണ്ട് ആ പാപം മോചിക്കുക, പാപമോചനത്തിന് വേണ്ടി കുർബാന കൊള്ളുക. ദൈവാത്മ പറഞ്ഞു ചുമ്മാതാ, ഇത് വെറും പൊട്ടത്തരമാണ്. പാപം മോചിക്കാൻ യേശുവിന്റെ രക്തത്താൽ ഒരു അച്ഛനോട് പറഞ്ഞു അങ്ങനല്ല. അയ്യോ, അത് യേശുവിന്റെ മരണത്തിന്റെ കൗതാശികപരമായ പുനരവതരണമാണ്. പക്ഷെ വേദപുസ്തകം പറഞ്ഞു ഒരിക്കലായി ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് വേദപുസ്തകം പറയുമ്പോൾ അച്ഛന്മാര് പറയുന്നു വീണ്ടും വീണ്ടും യേശുവിന്റെ ക്രൂശീകരണം കുർബാനയിൽ സംഭവിക്കുന്നു എന്ന് പറയും. അപ്പൊ വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കും ആധികാരികതയിലേക്കും ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുർബാനയോടുള്ള ആ ബന്ധം, കുർബാനയിൽ പറയുന്ന യേശു വീണ്ടും നമുക്ക് വേണ്ടി അവിടെ മരിക്കുന്നുവെന്നും കുർബാന സ്വീകരിക്കുന്നതിലൂടെ കുമ്പസാരിക്കുന്നതിലൂടെയൊക്കെ എനിക്ക് എന്തൊക്കെയോ കിട്ടുമെന്നുള്ള ഈ ചിന്തകളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനിടയായി. അങ്ങനെ വചനം ഞാൻ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. വചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിചാരിതമായി ബസ്സിനകത്ത് വെച്ച് കണ്ടുമുട്ടിയ ഒരു കർത്തൃദാസനിൽ നിന്ന് എനിക്ക് വചനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും, അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ പാല് കൊണ്ടുവന്നിരുന്ന ഒരു സഹോദരി, ആ സഹോദരി പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള സഹോദരിയായിരുന്നു. ആ സഹോദരി അവരുടെ പാസ്റ്ററെ ഒരു ദിവസം എനിക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ ആണ് ഞാനൊരു പെന്തക്കോസ്ത് സഭയിലേക്ക് പോകുന്നതും അവിടെ വെച്ചിട്ട് ഈ വചനത്തെക്കുറിച്ച് നന്നായി പഠിച്ചു. സ്നാനം, എന്തിനാണ് സ്നാനപ്പെടുന്നത്, എന്താണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശിശുസ്നാനത്തിനും ഇപ്പോൾ ഞാൻ സ്വീകരിക്കാൻ പോകുന്ന സ്നാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രക്ഷയുടെ യഥാർത്ഥ അനുഭവം, ഇതെല്ലാം ഹൃദയത്തിൽ നന്നായി ഗ്രഹിച്ചും പഠിച്ചിട്ടുമാണ് ഞാനാണെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ വൈഫ് ഒന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായത്. ഞാൻ എന്താ ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഞാൻ കരിസ്മാറ്റിക് മൂവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ തകർച്ചകളുടെ നടുവിലാണ് ഞാൻ വന്നത്. ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലാണ് വന്നത്. ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഞാൻ കണ്ടവനാണ്. പലതും കണ്ടതാ, പല അത്ഭുതങ്ങളും കണ്ടതാ, പല ഇടത്തും കണ്ടതാ. പക്ഷേ ഞാൻ പെന്തക്കോസ്തിലേക്ക് വരുന്നത് അത്ഭുതം കണ്ടിട്ടല്ല വന്നത്, അടയാളം കണ്ടിട്ടല്ല വന്നത്. ഞാൻ ഈ പെന്തക്കോസ്തിനകത്ത് വന്നത് ദൈവവചനം സത്യമായതുകൊണ്ടും ഈ ഒരു മാർഗത്തിലൂടെ അല്ലാതെ, കുറച്ചുകൂടെ പറഞ്ഞ ഈ മാർഗം ഞാൻ ഉദ്ദേശിച്ചത് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടാനും യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യതയിൽ ചെല്ലാനും വേറെ ഒരു മാർഗവും മുമ്പിലില്ല. ഒരു സഭയുടെ പഠനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ പുണ്യവാളന്മാരെ കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ കൂദാശകളെ കൊണ്ടോ നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയില്ല. നിത്യതയിൽ ചെല്ലാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കാൽവരിയിൽ നമുക്ക് പകരക്കാരനായി മരിച്ച യേശു ക്രിസ്തുവിന്റെ ഏക മാർഗം. യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ. വേദപുസ്തകം പറയുന്നു യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ, മറ്റൊരു മധ്യസ്ഥന്മാരുമില്ല. ഒരു മധ്യസ്ഥന്മാർക്കും നമ്മുടെ പാപത്തിന് പരിഹാരമായി ഒരു മധ്യസ്ഥന്മാരും തീർന്നിട്ടില്ല. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ പൂർണ്ണത വസിക്കുന്നത് യേശുവിലാണ്, മനുഷ്യന്റെ പൂർണ്ണത വസിക്കുന്നതും യേശുവിലാണ്. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയൂ. അതുകൊണ്ട് മാത്രമായി വിശ്വാസത്തിൽ വന്നത്, ഈ പെന്തക്കോസ്തി വന്നത്. അത്ഭുതവും അടയാളവും ജീവിതത്തിന്റെ സാമ്പത്തിക ഉയർച്ചയും നന്മയും വിടുതലുകൾക്കുമാണെങ്കിൽ എനിക്ക് കരിസ്മാറ്റിക് മൂവ്മെന്റിൽ തന്നെ നിന്നാ മതിയായിരുന്നു. പക്ഷേ ഈ പെന്തക്കോസ്തി വന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്, നിത്യതയിൽ ചെല്ലാൻ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും കഴിയില്ല എന്ന് ജീവിതത്തിൽ എൻ്റെ വേദപുസ്തക പഠനത്തിലൂടെ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ മാർഗത്തിൽ വന്നതിന്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. വിശേഷാൽ ഞാൻ ഒരു കത്തോലിക്ക സ്കൂളിലായിരുന്നത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ട്രാൻസ്ഫർ പ്രൊമോഷനൊക്കെ അവർ തടഞ്ഞു. എൻ്റെ വൈഫും അതേ കത്തോലിക്കരുടെ സ്കൂളിലാണ്. സ്വാഭാവികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നേരിടേണ്ടി വന്നു. ഒരുപാട് വിചാരണകൾ പള്ളിയിലെ അച്ഛന്മാരുടെ ഭാഗത്തുനിന്നും തിരുമേനിമാരുടെ ഭാഗത്തുനിന്നൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ ഞാനാണ് ആദ്യം വിശ്വാസത്തിൽ വരുന്നത്. പിന്നെ ചില നാളുകൾക്ക് ശേഷമാണ് എൻ്റെ വൈഫ് വിശ്വാസത്തിൽ വരുന്നത്. പക്ഷേ തമ്പുരാന്റെ കൃപയാൽ അവിടെയൊക്കെ ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു. ഈ മാർഗത്തിൽ വന്നിട്ട് സത്യത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ
ജീവിതത്തിലെ പലതരത്തിലുള്ള നഷ്ടങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചത്. പക്ഷെ അതെല്ലാം നേട്ടമാക്കി മാറ്റുന്ന, ലാഭമാക്കി മാറ്റുന്ന, നിത്യതയിൽ അതിനെല്ലാം പ്രതിഫലം തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആമേൻ. ആ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നു, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു. വളരെ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദൈവം എന്നെ ഇങ്ങനെ പ്രത്യേകമായ നിയോഗത്താൽ വിളിച്ചു എന്ന ഉറപ്പകത്തുള്ളത് കൊണ്ട് ഞാൻ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ബൈബിൾ കോഴ്സ്, POCയുടെ ഒരു ബൈബിൾ കോഴ്സ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ നീണ്ട ലീവ് എടുത്തിട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ബൈബിൾ കോളേജിൽ നിന്ന് വേദപഠനമൊക്കെ പൂർത്തീകരിച്ച് അതിനുശേഷം ചില ഒരു പ്രവർത്തനങ്ങൾ, സ്വന്തമായി ചില പ്രവർത്തനങ്ങൾ തുടങ്ങി, ചില സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം കൃപ തന്നു. തുടർന്ന് അങ്ങനെ ആദ്യം സ്വതന്ത്രമായിട്ടൊക്കെയാണെന്നത്, പിന്നീടാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പോ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കരയിലുള്ള കേരള തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സെമിനാരി ഉണ്ട്. അവിടെയും ഒരു കുട്ടികളെ പഠിപ്പിക്കുവാനും അവിടുത്തെ ചില ചുമതലകൾ വഹിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് കൃപ തരുന്നു. അപ്പോൾ തന്നെ സഭയുടെ ചുമതലയുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷമായി ദൈവം ഞങ്ങളെ നടത്തുന്നു. പരസ്യയോഗങ്ങൾ, പ്രധാനമായിട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പരസ്യയോഗ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ദൈവം പല വിധത്തിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു, ദൈവം നടത്തുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇന്ന് പകൽ പറയാനുള്ളത്. അല്പം നീണ്ട ഒരു സാക്ഷ്യമായിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം ഇതാണ്. ഒറ്റ കാര്യം, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു എന്ന ഏക മാർഗമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരു പ്രസ്ഥാനത്തിലോ, മറ്റൊരു സംഘടനയിലോ, മറ്റൊരു പാരമ്പര്യത്തിലോ, മറ്റ് ഏതെങ്കിലും മാർഗത്തിലോ ഒരു രക്ഷയുമില്ല. രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ദൈവം. അത് യേശു എന്ന ഏകരക്ഷകൻ, നിത്യരക്ഷകൻ, ലോകരക്ഷകൻ. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. വീണ്ടും ആവർത്തിച്ച് അത് തന്നെ പറയുന്നു. നിങ്ങൾക്ക് സാമ്പത്തികമായ നന്മയോ നേട്ടമോ ഒക്കെ കിട്ടാൻ ഏത് മാർഗത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിൽക്കാം. മുകേഷ് അംബാനി ക്രിസ്ത്യാനി ആയതുകൊണ്ടോ പെന്തക്കോസുകാരനായതുകൊണ്ടല്ല മുകേഷ് അംബാനിക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടായത്. സാമ്പത്തിക ഉയർച്ചയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ നിത്യതയെ ചെല്ലാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു സത്യമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് യേശു എന്ന വഴിയാണ്. ആ യേശു എന്ന വഴിയിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഒരു അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം 1000 ക്വസ്റ്റിന് ഈ സാക്ഷ്യം കേൾക്കുന്ന പലർക്കും ഉത്തരം ലഭിക്കുകയാണ്. ജീവിതത്തിൽ കുംഭസാരം കൊണ്ടോ കുർബാന സ്വീകരിക്കുന്നതിലൂടെയോ ഒന്നും സ്വർഗത്തിൽ പോകാൻ സാധിക്കത്തില്ല, പാപമോചനം ലഭിക്കത്തില്ല എന്ന് വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ ദൈവദാസൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കെ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തേണ്ടതിന് ദൈവം കൊണ്ടുവന്ന മുഖാന്തരങ്ങൾ എത്രമാത്രം വർണ്ണിച്ചാലും മതി വരത്തില്ല. താങ്ക് യു പാസ്റ്ററെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിനായിട്ട് വളരെ നന്ദി അറിയിക്കുന്നു. ഇന്ന് കർത്താവിന്റെ ദാസന് വേണ്ടി ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ആരും നശിച്ചു പോകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവമല്ലല്ലോ, എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവമാകിയാൽ അങ്ങയുടെ അഭിഷിക്തനെ വിളിച്ചു വേർതിരിച്ചു. അനേക പ്രതികൂലങ്ങളിലൂടെ, അനേക പ്രശ്നങ്ങളിലൂടെ ദൈവമില്ല എന്നും അവിടെയും ഇവിടെയും ആമേൻ ദൈവത്തെ കണ്ടെത്തേണ്ടതിന് ആമേൻ മലകൾ കയറിയും പള്ളികൾ കയറിയും നേർച്ച കാഴ്ച വഴിപാടുകൾ നടത്തിയും ഈ ദൈവത്തെ കണ്ടെത്തുവാൻ താൻ വളരെ ആഗ്രഹിച്ചെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടവനായി നിരാശയോടെ തന്റെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വന്ന സാഹചര്യത്തിലും ദൈവമേ അങ്ങ് നിറവുള്ളവനായി അകൃപ തന്റെ ദാസന്റെ മേൽ പകർന്നു. അർഹിക്കാത്ത രക്ഷയെ ഞങ്ങൾക്ക് ആർക്കും യോഗ്യതയില്ലായിരുന്നു. കർത്താവെ, പൗലോസ് പറഞ്ഞ പോലെ എല്ലാവരെക്കാളും ചെറിയവനായി ഇതർഹിക്കാത്ത ദാനമായി എനിക്ക് ലഭിച്ച ഈ കൃപ അപ്രകാരം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം.
ഞങ്ങളുടെ അഭിഷിക്തനെ വിളിച്ചു വേർതിരിച്ചു ഞങ്ങളുടെ മുന്തിരിത്തോപ്പിൽ അധ്വാനിപ്പാൻ, അനേകർക്ക് വഴികാട്ടിയായി നിൽപ്പാൻ അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. തന്നിലൂടെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വേലകൾക്കായി സ്തോത്രം. വിവിധ മേഖലകളിൽ കർത്താവെ കൃപകളാലും കൃപാവരങ്ങളാലും വചനത്തിന്റെ വെളിപ്പാട് കൊടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, പിന്നെയും അപ്പന്റെ ബലമുള്ള കരങ്ങളിൽ ഇണങ്ങിയായുധമായി ഉപയോഗിക്കണമേ. തന്റെ കൂട്ടുദാസിക്കായി കുഞ്ഞുങ്ങൾക്ക് 4 പേർക്കുമായി സ്തോത്രം. ദൈവരെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്തദാസിനെ, കുടുംബത്തെ, അവരുടെ വേലകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ദൈവമേ, സാക്ഷ്യം ചില ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരേണ്ടതിന് ഈ വചനം അവരുടെ ഹൃദയത്തിൽ, ഈ സാക്ഷ്യം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യേണ്ടതിന് ഇടയാക്കണമേ. വിമർശനത്തിനായിട്ടല്ല കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഒരു സന്ദർശനത്തിന് കാരണമാക്കുവാൻ കർത്താവ് അനുവദിക്കുവാൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലമാനോ മഹത്വത്തോട് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.